സമയത്ത് എൻ്റെ അമ്മ ഉണ്ടായി, അച്ഛനുണ്ടായി, പിന്നെ അനിയന്മാരുണ്ടായി. അനിയന് കല്യാണം കഴിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ. ആ പെണ്ണ് മരിച്ചുപോയി. പെണ്ണിൻ്റെ മരിപ്പ് കിട്ടി. പിന്നെ പെങ്ങളുണ്ട്, ചെറുതൊന്നുണ്ട്, അതിന് കിട്ടിയില്ല ഇതുവരെ. അച്ഛമ്മ അച്ഛമ്മനെ കിട്ടിയില്ല. അച്ഛനും അമ്മൻ്റെ ബോഡിയൊക്കെ കിട്ടി. പിന്നെ ഒരു അനിയൻ്റെ ബോഡിയും കിട്ടി. ഇനി കിട്ടാനുള്ളത് എൻ്റെ മൂത്ത അനിയൻ്റെ ബോഡിയും പെങ്ങളെ ബോഡിയും, പിന്നെ എൻ്റെ ചേച്ചീൻ്റെ ബോഡി ഒരു കാലും കഴുത്ത് മാത്രം കിട്ടി, തല കിട്ടിയില്ല. എൻ്റെ താലി ചരട് കണ്ടിട്ടാ ഞങ്ങൾ എൻ്റെ പെങ്ങളാണ് പറഞ്ഞിട്ട് തീരുമാനിച്ച്. മുണ്ടക്കൈയിലായിരുന്നു ഞങ്ങളെ വീടെല്ലാം അവിടെ ആയിരുന്നു. ഇപ്പം അവിടെ ഒന്നുമില്ല, എല്ലാം പോയി. ഞങ്ങൾ കിട്ടിയ ജീവൻ വെച്ച് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട്. ഇപ്പോൾ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും പോയി. ഇനി അവിടെ ഒന്നുമില്ല, തിരിച്ചു പോകാനൊരു സ്ഥലമല്ല. ആ ഒരു അവസ്ഥയിലാണ്. വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നത്? വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും ഉണ്ടായുള്ളൂ. അനിയനും ഏട്ടനൊക്കെ പുറത്തായിരുന്നു. അതുകൊണ്ട് അവർ കഴിച്ചില്ലേ. ഞാൻ അച്ഛനും അമ്മേനെയും കൂട്ടി ഓടി രക്ഷപ്പെട്ടിരുന്നു. ഞങ്ങൾ കയറി ഉടനെ ഒരു 3 മിനിറ്റിൽ ഞങ്ങളുടെ വീടുണ്ടായ ഭാഗവും പോയി. പിന്നെ ആ ഭാഗത്ത് ഒന്നുമില്ല. നിങ്ങളുടെ മുണ്ടക്കൈ ടൗണിന് മുകൾ ഭാഗത്തായിരുന്നോ വീട്? മുണ്ടക്കായ്, അതായത് ചെറിയൊരു പ്രദേശമാണത്. ആ പ്രദേശത്തിന് ഒന്നുമില്ല, എല്ലാം പോയി. ഞങ്ങളുടെ വീടിന്റെ താഴെ ഭാഗം, ഞങ്ങളുടെ വീടിന്റെ ആ പരിസരം എല്ലാം പോയി. അവിടെ ഒന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റി? ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത്? അതായത് ഇത് 3 വട്ടമായിട്ട് ഞങ്ങളുടെ അറിവിൽ ഇത് പൊട്ടിയത്. അപ്പൊ ആദ്യം പൊട്ടിയപ്പോൾ അത്ര വലിയ അപകടം ഇല്ലാണ്ട പൊട്ടിപ്പോയത്. പക്ഷെ ആ ടൈമിൽ ഞങ്ങൾ സേഫ് ആവാൻ തീരുമാനിച്ച് കിട്ടിയ ഡ്രസ്സും കാര്യങ്ങളും പ്രൂഫൊക്കെ എടുത്ത് ഞങ്ങളൊരു ബാഗിലാക്കി നിന്ന്. രണ്ടാമത് പൊട്ടിയപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടി, അതിലും ഭീകരമായിട്ട് രണ്ടാമത് പൊട്ടിയത്. ആ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓടി രക്ഷപ്പെടുക ചെയ്ത്. ഞങ്ങളൊരു കുന്നിന്റെ മേലെ എത്തലും ഞങ്ങൾ നിന്ന ആ സ്ഥലം എല്ലാം പോയി. പിന്നീട് ഒരുപാട് പേര് പോയി അതില്. തീർച്ചയായും അതാണ് ഇവരുടെ ഒരു അവസ്ഥ. നിങ്ങളുടെ വീട് ഞാൻ മനസ്സിലാക്കുന്നത് മുണ്ടക്കൈ ഈ പ്രഭവ കേന്ദ്രത്തിന്റെ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തോട് അടുത്തുള്ള വീടാണല്ലേ? മട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. പുഞ്ചിരിമട്ടം. അതെ. ആ പുഞ്ചിരിമട്ടത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങളുടെ വീടിന്റെ ഒരു സ്ഥിതി എന്തായിരുന്നു? എല്ലാം പോയി തറമട്ടായി. ഇപ്പൊ അവിടെ നമുക്ക് കാണാനും ഒന്നുമില്ലല്ലോ, ഒരു മണ്ണ് മാത്രമേ ഉള്ളൂ അവിടെ. ഏറ്റവും വലിയ വീടായിരുന്നു ഞങ്ങളെ വീട്. ആ വീട് തന്നെ അല്ല. വീട്ടില് ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് എൻ്റെ അമ്മ ഉണ്ടായി, അച്ഛനുണ്ടായി, പിന്നെ അനിയന്മാരുണ്ടായി. അനിയന് കല്യാണം കഴിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ. ആ പെണ്ണ് മരിച്ചുപോയി. പെണ്ണിൻ്റെ മരിപ്പ് കിട്ടി. പിന്നെ പെങ്ങളുണ്ട്, ചെറുതൊന്നുണ്ട്, അതിന് കിട്ടിയില്ല ഇതുവരെ. അച്ഛമ്മനെ കിട്ടിയില്ല. അച്ഛനും അമ്മൻ്റെ ബോഡിയൊക്കെ കിട്ടി. പിന്നെ ഒരു അനിയൻ്റെ ബോഡിയും കിട്ടി. ഇനി കിട്ടാനുള്ളത് എൻ്റെ മൂത്ത അനിയൻ്റെ ബോഡിയും പെങ്ങളെ ബോഡിയും, പിന്നെ എൻ്റെ ചേച്ചീൻ്റെ ബോഡി ഒരു കാലും കഴുത്ത് മാത്രം കിട്ടി, തല കിട്ടിയില്ല. എൻ്റെ താലി ചരട് കണ്ടിട്ടാ ഞങ്ങൾ എൻ്റെ പെങ്ങളാണ് പറഞ്ഞിട്ട് തീരുമാനിച്ച്. ഇനി നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ചെന്നൈയിൽ നിന്ന് വരിക. ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ രണ്ടാമത്തെ അനിയുണ്ട് ഗൾഫിൽ. ഓന് ഇവിടെ എത്തിക്കണേ. അവനൊക്കെ വന്നിട്ട് എന്നെ കൂട്ടി ഒന്ന് കാണിച്ച് ഇതാണോ എൻ്റെ അളിയനെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു ബോഡിയൊക്കെ കാണുമ്പോൾ നമുക്ക് തല കറക്കം വരിക. അത് എന്തൊക്കെയോ പറയാൻ പറ്റും, എനിക്കൊന്നും പറയാൻ. നിങ്ങളുടെ വീടിനടുത്തുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഒറ്റ ആളുണ്ട് അവിടെ, സുജണ്ണൻ മാത്രം. ഒരാൾ തുണി പോലും ഇല്ലാത്ത ഒരാൾ കിട്ടി പറഞ്ഞു. ഞങ്ങളെ വീട്ടിന്റെ കുറച്ച് മുകളിലാണ് അവര്. ആ എണ്ണം മാത്രം ഉണ്ട്. അവരുടെ വീട്ടിൽ വേറെ ആരും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രദേശത്തിന്റെ ഒരു അവസ്ഥ അറിയാൻ കൂടി വേണ്ടി ചോദിക്കുകയാണ്. പുഞ്ചിരിമട്ടത്ത് അടുത്തടുത്ത് വീടുകളുള്ള ഒരു മേഖലയായിരുന്നു മുണ്ടക്കൈ പോലെ തന്നെ? അടുത്തടുത്ത് കുറെ വീടുണ്ട് അവിടെ ഒരു വീടും ഇല്ല. റിസോർട്ടുണ്ട്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് വലിയൊരു റിസോർട്ടുണ്ട്, അതൊന്നുമില്ല. ഈ സംഭവ സമയത്ത് കയറി നിൽക്കാവുന്ന ഉയർന്ന പ്രദേശങ്ങളോ രക്ഷപ്പെടാവുന്ന സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് അറിയോ? തന്നെ നിൽക്കാൻ പറ്റും. അപ്പോ ആ സമയത്ത് ഞങ്ങള് മിഞ്ഞാന്നൊരു ഉരുൾപൊട്ടുണ്ടായില്ലേ, അപ്പൊ എല്ലാരും വന്ന് പാടിയിൽ നിന്നാ. ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ മാത്രമുള്ള വീട്ടിൽ നിന്ന് വരില്ല പറഞ്ഞു. അച്ഛൻ മാത്രം വീട്ടിൽ നിന്ന്, അച്ഛനും അനിയനും ഒരാണ്. ബാക്കിയുള്ളവരൊക്കെ പാടിയിലേന്നു. നമ്മളെ എസ്റ്റേറ്റ് പാടിയില്ലേ, ആ പാടിയിലേന്നു. നിങ്ങളുടെ വീടും ഒരു പരന്ന പ്രദേശത്തായിരുന്നോ അതോ കുന്നോട് ചേർന്ന സ്ഥലത്തായിരുന്നോ വീടുണ്ടായിരുന്നത്? അല്ല, ഞങ്ങളെ വീട് കുറച്ചൊക്കെ മുകളില, ഒരു ഏകദേശം കുറച്ച് പൊക്കമൊക്കെ ഉണ്ടാവും. സംഭവം നിങ്ങൾ ചെന്നൈയിൽ ഉണ്ടാവുമ്പോഴാണോ അറിയുന്നത് ഇങ്ങനെ വലിയ സംഭവം ഉണ്ടായി എന്നുള്ളത്? ഞാൻ ചെന്നൈയിലുണ്ടാകുമ്പോ എനിക്ക് പൊലച്ചക്ക് എന്റെ അടിവാരത്ത് എന്റെ മാമന്റെ അവരൊക്കെ ചെറിയച്ഛനും മാമയൊക്കെ ഉണ്ട്. അവര് വിളിച്ചിട്ടാ ഞാൻ അറിഞ്ഞേ. അപ്പൊ ഞാൻ എല്ലാരും ഫോണിക്ക് പോകണം ചെയ്തപ്പോ എല്ലാരും ഫോൺ സ്വിച്ച് ഓഫാ.
അപ്പോൾ എല്ലാവരും സേഫാക്കാരും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ കയറിയിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് അമ്മേൻ്റെയും അച്ഛൻ്റെ ബോഡിയൊക്കെ ദഹിച്ചു കളഞ്ഞു, അനിയൻ്റെയും കഴിഞ്ഞു. ഞാൻ ഇതുവരെ ആരും ബോഡിയും കണ്ടിട്ടില്ല കണ്ണിൽ. എൻ്റെ പെങ്ങളെ കുട്ടി മാത്രം ജീവനോടുണ്ട്. മൃതദേഹങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയോ? തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ പെങ്ങളെ കുട്ടിയെ കിട്ടിയത് അവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ ഞാൻ എൻ്റെ അമ്മേനെ കിട്ടിയതും പാടീൻ്റെ അവിടെ നിന്ന് തന്നെയാണ്. പ്രിയപ്പെട്ട എല്ലാവരെയും നഷ്ടപ്പെട്ടതിൻ്റെ വിലാപം അവർ പങ്കുവെക്കുകയാണ്. ഇതിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ഓരോരുത്തർക്കും ഇതുപോലെയുള്ള നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും അവസ്ഥകൾ മാത്രമാണ് ധന്യ പറയാനുള്ളത്. ഓരോരുത്തരുടെയും കഥകൾ നമുക്ക് ചോദിക്കാൻ തന്നെ പ്രയാസത്തിലാകുന്ന തരത്തിലാണ് ഓരോരുത്തരുടെയും സ്ഥിതിയുള്ളത്.